സന്ദീപേ, കിരൺ മോനെ വിളിച്ചോണ്ട് വാ. ശരി. കിരൺ, സഹസിനെ തൊഴുത് മണ്ഡപത്തിലിരിക്കെ. ഒരു മിനിറ്റ്, ഒരു കേസിന്റെ മൊഴിയെടുക്കാൻ വന്നതാ. സാഗർ, ഇവരെ തന്നെയാണോ നീ ഇന്നലെ കോളനിയിൽ കണ്ടത്? അതെ സാർ, ഇവര് തന്നെയാ കള്ളന്മാര്. ഇവര് തന്നെയായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ കയറി മോഷണം നടത്തിയത്. ഇവരെ ഞാൻ കണ്ടു സാറേ, ഇന്നലെ രാത്രി കോളനിയിൽ. സാറേ, ഈ ദുഷ്ടന്മാരെ കാരണം എന്റെ മോന്റെ കല്യാണം മുടങ്ങാൻ പോവാ. ആഭരണങ്ങൾ കിട്ടിയോ സാറേ? അതിങ്ങടുത്ത്. ഓ, താങ്ക് യു സർ. ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത്. സുധാമണി ചേച്ചി കള്ളം പറയില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? താങ്ക് യു സാർ. ഇറ്റ്സ് ഓക്കെ. കൊണ്ടുപോടോ. അപ്പോ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിശ്ചയിച്ച രീതിയിൽ വിവാഹം നടക്കട്ടെ. ഞങ്ങൾ സുധാമണിയൊന്ന് അവിശ്വസിച്ചു. അത് കാരണമാണ് ഇങ്ങനൊരു വിഷമം സംഭവിച്ചത്. അയ്യോ, അതിന് എല്ലാവരോടുമായി ക്ഷമ ചോദിക്കുകയാണ്. സുധാമണിയും സുധാമണിയുടെ സത്യസന്ധതയും സ്വർണത്തേക്കാൾ തിളങ്ങി നിൽക്കുകയാണിപ്പോ. അല്ല സാറേ, എന്റെ മോനെയും മോളെയും ദൈവം കൂട്ടിച്ചേർത്തതാ. അതുകൊണ്ട് തന്നെ ഒരു കാരണം കൊണ്ടും ആർക്കും അവരെ വേർപിരിക്കാൻ പറ്റൂല. യെസ്. അപർണ, ബാലു, ഹാപ്പി മാരീഡ് ലൈഫ്. നിന്റെ ഈ ജയം താൽക്കാലികമാ. അവസാന ജയം എനിക്കായിരിക്കും. നീ നോക്കിക്കോ. ഈ മഞ്ഞച്ചരടാണ് ഐശ്വര്യം. പിന്നെ എപ്പോഴെങ്കിലും സ്വർണത്തിലേക്ക് മാറ്റിക്കോട്ടെ.
ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെയാവട്ടെ. വാ മോളെ, നടക്ക്. വായിച്ചി. പോ. ആ. ശരി എന്നാലേ. അത് എന്റെ ചെറിയൊരു പേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് എടുത്തിട്ട് വരാം. അമ്മേ, സമയാവുന്നു, വേഗം വാ. ആ ദാ വരുന്നു. ഈ സമയത്ത് അയ്യോ. അവളെ ആണുങ്ങൾ കെട്ടിക്കൊണ്ടുപോയി. എന്തിനാണ് നീ ജീവിച്ചിരിക്കുന്നത്? മനസ്സ് തളരാൻ പാടില്ല. ഞാൻ അവളെ നേടേണ്ടവന്, അവളെ കിട്ടാഞ്ഞിട്ട് മരിക്കേണ്ടവനല്ല. ഞാൻ നേടും. എന്തിനാണോ വിളിക്കുന്നത്? നടത്താൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാൻ പോകരുത്. പ്ലീസ് കിരൺ, നിന്റെ വേദന എനിക്കറിയാം. വേദനയോ? എനിക്കോ? അവളെ നഷ്ടപ്പെടുമെങ്കിലല്ലേ ഞാൻ വേദനിക്കേണ്ടതുള്ളൂ. ഞാൻ അവളെ സ്വന്തമാക്കും. ബാലുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ അവളെ പിടിച്ചെടുക്കും. തന്റെ സഹായമൊന്നുമില്ലാതെ ഞാൻ എന്റെ ലക്ഷ്യം നിറവേറ്റും. കിരൺ, ഞാനൊന്ന് പറയട്ടെ. വച്ചിട്ട് പോടോ. ഹലോ കിരൺ. എന്നെ വഴക്ക് പറയരുത്. പോകുന്നതിന് മുന്നേ നിന്നെ ഒന്നുകൂടി കാണുന്നതിന് വേണ്ടി നിന്നതാണ്. എന്തായാലും നീ വന്നല്ലോ, ഇനി എനിക്ക് സന്തോഷമായി പോവാം. കല്യാണം കണ്ടില്ലേ? ഇനി എന്റെ ജീവിതത്തിലേക്ക് വരരുത്. നിങ്ങൾക്ക് നിങ്ങളെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം. ഇല്ല സുധേ, നീയും കൂടി ചേർന്നാലേ എനിക്ക് എന്റെ ജീവിതമാകൂ. നിന്നോട് ചെയ്തതിനൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. നീ എന്നെ സ്വീകരിക്കുന്നതുവരെ ഞാൻ നിന്റെ പിറകെ ഉണ്ടായിരിക്കും. വരട്ടെ. നോക്കി, എങ്ങനെയുണ്ട് ശങ്കു? അടിപൊളിയില്ലേ? അപ്പൊ നമ്മുടെ ഒറ്റ വീട് കോളനിയിലേക്ക് ഒരു പുതിയ അംഗം കൂടി കടന്നു വന്നിരിക്കുക, നമ്മുടെ അപർണക്കുട്ടി. അപർണക്കുട്ടിക്കും ബാലുക്കുട്ടനും ഒരു കൈയടി കൊടുത്തേ. ഞാൻ ഇപ്പൊ വരെ ഇവിടെ നിൽക്ക്. ബാലുമോനെ, മോളെ ഞങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തിത്താ. ഞാൻ നിങ്ങളെ എല്ലാരെ കുറിച്ചും അപർണയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപർണ, കോളനിയിലെ വനിതാവേദി നമുക്കൊന്ന് ഒഴിപ്പിക്കണം. മോള് കട്ടയ്ക്ക് നിൽക്കണം. വാ മോളെ. അപ്പോ നമ്മള് വീട്ടിലേക്ക് കേറാൻ പോവാ. ഞാനും അപർണയും വൈകുന്നേരം എല്ലാരെയും കാണാൻ വരുന്നുണ്ട്. അപർണ, കേറിക്കോ.
കൊച്ചേ ദേ ഞാൻ പിള്ള ഛെ, മാർത്താണ്ഡം പിള്ള. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ എന്റെയാ. എന്ന് വെച്ചാൽ എന്റെ ഒരു ഔദാര്യത്തിലാണ് ഇവരെല്ലാരും കഴിയുന്നതെന്ന് അർത്ഥം. ഞങ്ങള് വാടക തന്നിട്ടാ കഴിയുന്നത്. പിള്ളേച്ച മംഗളമുഹൂർത്തമാണ്, ദയവായി അലങ്കോലപ്പെടുത്തരുത്. പിന്നെ മംഗളമുഹൂർത്തം. ദേ, എനിക്ക് പറയാനുള്ളതൊക്കെ ഇനി കൊച്ചു കേൾക്കണം. അല്ല, മര്യാദയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണല്ലോ, അതുകൊണ്ട് എല്ലാം അറിഞ്ഞിരിക്കണം. അറിയിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ പിന്നീട്. ഇപ്പോ തൽക്കാലം അതിന് സമയമില്ല. അപ്പൊ വാ. മോള് വിഷമിക്കാതെ വാ. ദേ, വിഷമിക്കാൻ കിടക്കുന്നേ ഉള്ളു. എന്താ ബാലു ഇതൊക്കെ? പിള്ള സാറേ, ഈ സമയത്ത് ഈ കൊച്ചിനെ വിഷമിപ്പിച്ചത് ശരിയായില്ല. ഓഹോ, എന്നെ ആരും ഉപദേശിക്കാൻ വരല്ലേ. ആ മോളെ, ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ. സോറി സർ, എനിക്കിപ്പൊ പ്രധാനം ഈ ചടങ്ങ. വലത് കാലം വെച്ച് കയറിക്കോ. രണ്ടാളും അങ്ങോട്ട് ഇരിക്കും. ആ പിള്ളയുടെ മുഖടച്ചൊന്ന് കൊടുക്കാനാ തോന്നിയത്. അപർണേച്ചി വിളക്കെടുത്തത് കൃത്യം അയാളെത്തി. ആയൊക്കെ അത്രയല്ലേ വിവരമുള്ളൂ. പക്ഷെ കോളനിയിൽ ബാക്കിയുള്ളവര് എത്ര സന്തോഷത്തോടെയാ സ്വീകരിച്ചേ. മോക്ക് വിഷമായിട്ടുണ്ടാവും, എനിക്കറിയാം. അമ്മ വിഷമിക്കണ്ട. അല്ല, ഈടെ നടന്ന മാത്രല്ല, കല്യാണത്തിനിടയിൽ നടന്ന ബുദ്ധിമുട്ടുകൾ, സ്വർണത്തിന്റെ കാര്യം, ഇടയ്ക്ക് വന്ന തർക്കങ്ങൾ എല്ലാം മോള് മനസ്സിന്ന് കളയണം. ഏറ്റവും മംഗളകരമായ ഒരു ദിവസമാ കല്യാണ ദിവസം. അതിനിടയില് ഇങ്ങനെയെല്ലാം നടക്കുമ്പോ മനസ്സ് തകർന്നു പോവും. അമ്മേ, അപർണ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെയും കാളൊക്കെ അഡ്വാൻസ്ഡാ. അമ്മ ഇനി ഓരോന്നും പറഞ്ഞ് അതിനെയൊക്കെ ഓർമ്മിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അത് അതോടെ തീർന്നു. നിങ്ങളിരിക്കേ, ഒരു ചടങ്ങുണ്ട്, ഞാനിപ്പ വരാം. അപർണേച്ചിക്കും ചേട്ടനും ഇതുവരെ ഇല്ലാത്ത നാണെന്താ? നീ പോയിട്ടെ ആ വണ്ടിക്കാർക്ക് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് വാ. ആ വണ്ടിക്കാരെയൊക്കെ ഞാൻ സെറ്റിൽ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞതിൽ കാര്യം ഇല്ലാതില്ല അല്ലേ? അതെ. എന്തെന്നാടാ രണ്ടാളും കൂടി തുടങ്ങിയാ? രണ്ടാളും പാലും പഴവും കഴിക്കും. ഒരു ചടങ്ങാ. ഇതെന്താ, ഒരു പഴവും ഒരു ഗ്ലാസ് പാലുവേ ഉള്ളോ? പാല് പകുതി നീ കുടിച്ചിട്ട് മൂക്ക് കൊടുക്കണം, പഴവും പകുതി കൊടുക്കണം. ഞാൻ പാതി കുടിച്ചിട്ട് ബാക്കി പകുതി അപർണ കുടിക്കണോ അല്ലേ? അത് നടക്കില്ല. അങ്ങനെ ഒരാൾ കുടിച്ചതിന്റെ ബാക്കിയൊന്നും കുടിക്കണ്ട. അമ്മ വേറൊരു ക്ലാസ് കൂടെ കൊണ്ടുപോവാ. അതിപ്പോ ഞാനല്ലേ പറയേണ്ടത്. എനിക്ക് കുടിക്കാൻ കുഴപ്പമില്ലെങ്കിലോ? എന്നാലും അതൊന്നും ശരിയാവില്ല. ഇതൊരു ചടങ്ങ് മാത്ര. ഇനി അങ്ങോട്ട് നിങ്ങൾ പകുത്ത് കുടിക്കാതെയും കഴിക്കാതെയോ ആണോ ജീവിക്കാൻ പോന്നെ? ഓ, ഒരു വലിയ പരിഷ്കാരി വന്നിനി. കുടിക്കടാ. കുടിക്കങ്ങോട്ട്.
എന്താ മോളെ? അയ്യോ, എന്താ മോളെ ഇത്? അല്ലമ്മേ, ഞാൻ വളരെ മുമ്പേ തീരുമാനിച്ചിരുന്നതാ ഈ വീട്ടിൽ വരുമ്പോ അമ്മയ്ക്ക് എന്റെ വക ഒരു സമ്മാനം തരണമെന്ന്. അയ്യോ മോളെ, വേണ്ട, സ്വർണ്ണവളയൊന്നും വേണ്ട മോളെ. അമ്മയ്ക്ക് സമ്മാനം വാങ്ങാൻ ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു തന്നേക്ക്.